കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഭരണകക്ഷിയുടെ അമിതാധികാര പ്രവണതയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. കോൺഗ്രസ് പാർട്ടിയുടെ അംഗബലം ഏതാണ്ട് 100 കടന്ന് 101-ലെത്തി. അതുപോലെ തന്നെ അവർ നയിക്കുന്ന ഇന്ത്യ മുന്നണിക്കും സാമാന്യം ശക്തി പാർലമെൻറ്റിൽ ഇന്നിപ്പോൾ തെളിയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഭരണപക്ഷത്തിന് പ്രത്യേകിച്ച് BJPക്ക് അവരുടെ ഇച്ഛാനുസരണം കാര്യങ്ങൾ കൊണ്ടുപോകുക പഴയ പോലെ എളുപ്പമല്ല. അവർക്ക് ഘടകകക്ഷികളെ കൂടുതലായിട്ട് വിശ്വാസത്തിലെടുക്കേണ്ടതായിട്ട് വരും. അവരുടെ അഭിപ്രായങ്ങൾ കൂടി വില കൽപ്പിക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല പാർലമെൻറ്റിനകത്തും പുറത്തും കുറേ കൂടി കൃത്യതയോടുകൂടിയ കുറേ കൂടി മൂർച്ചയേറിയ വിമർശനത്തിന് അവർ വിധേയരാകേണ്ടതായിട്ട് വരും. പഴയ പോലെ ഇപ്പോൾ കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയ പോലെയോ അല്ലെങ്കിൽ മുത്തലാഖ് നിരോധിച്ച ബില്ല് പാസ്സാക്കിയെടുത്ത പോലെയോ അങ്ങനെ സവർണ സംവരണം പാസ്സാക്കിയ പോലെയൊന്നും അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ പറ്റുകയില്ല. ഭരണഘടനാ ഭേദഗതി പ്രത്യേകിച്ച് ദുഷ്കരമായിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതേസമയത്ത് പ്രതിപക്ഷത്തിനാണെങ്കിൽ അവരുടെ കരുത്ത് വർദ്ധിച്ചു. അതിലുപരി ആദ്യമായി കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ആദ്യമായി സഭയിലൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. പദവിയേക്കാൾ ഉപരി അത് വലിയ ഉത്തരവാദിത്വമാണ്. പ്രധാനമന്ത്രിക്കുള്ള പോലെയുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനുണ്ട്. കാരണം ഭരണപക്ഷത്തിൻ്റെ ഓരോ വീഴ്ചയും അതേ സമയത്ത് തന്നെ കണ്ടുപിടിക്കുകയും അത് പാർലമെൻറ്റിനകത്തും പുറത്തും വളരെ കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ദൗത്യം. അത് ഒരു പദവിയേക്കാൾ ഉത്തരവാദിത്വമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പദവിയുണ്ട്. അദ്ദേഹത്തിന് സർക്കാർ മന്ദിരവും കാറും ഒരു ക്യാബിനറ്റ് മന്ത്രിക്കുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും. അത് മൊറാർജി ദേശായി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് തുടങ്ങിയതാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് നേരത്തെ ഉണ്ട്. ഇന്ത്യയിൽ 1977 മുതൽക്കാണ് തുടങ്ങിയത്. ആ സമയത്ത് തന്നെയാണ് കേരളത്തിലും ഇങ്ങനെ പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് പദവി അനുവദിച്ചു. അത് AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ നടപ്പാക്കിയത്. അന്ന് പ്രതിപക്ഷ നേതാവ് ആകേണ്ടിയിരുന്ന സഖാവ് EMS ആണ്. EMS ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പിന്നീട് EMSനേക്കാൾ കൂടുതൽ സീറ്റ് കരുണാകരന് വന്നപ്പോൾ അദ്ദേഹം അതെല്ലാം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് വന്ന CPMകാരാണെങ്കിലും മറ്റേത് പാർട്ടിക്കാരാണെങ്കിലും പ്രതിപക്ഷ നേതൃ പദവി വേണ്ട എന്ന് വെച്ച് ചരിത്രമില്ല. അപ്പോൾ ലോക്സഭയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഈ ക്യാബിനറ്റ് പദവി കയ്യാളിയ പ്രതിപക്ഷ നേതാവ് YB ചവാനായിരുന്നു. അന്ന് അദ്ദേഹമായിരുന്നു കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ. പിന്നീട് CM സ്റ്റീഫനായി. പിന്നീട് മറ്റ് പല ആളുകളും ആ സ്ഥാനം വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാപരമായിട്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്, ഒരു ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ. ഇനി പ്രതിപക്ഷ നേതാവ് ആവണമെന്നില്ല കാര്യങ്ങൾ കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് പഠിച്ച് അവതരിപ്പിക്കാൻ. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ സീറ്റ് ഒഴിഞ്ഞു കിടക്കരുത്. പക്ഷേ നമ്മുടെ RSPയിലെ പ്രേമേന്ദ്രൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് ആ ദൗത്യം ഏറ്റെടുത്ത് കൃത്യമായിട്ട് നടപ്പാക്കി. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർ എന്ന് പറയുന്നത് അധീർ രഞ്ജൻ ചൗധരിയാണ്. ഈ അധീർ രഞ്ജൻ ചൗധരി എന്താ ചെയ്തതെന്ന് വെച്ചാൽ സെൽഫ് ഗോൾ അടിക്കരുത്. അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആശയമായിരിക്കില്ല പ്രസംഗിച്ച് തീരുമ്പോൾ ഉണ്ടാകുക. മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരുന്നു അതിന് മുമ്പത്തെ തവണ. ഇത്തവണ ആ സ്ഥാനം ഞാൻ വിചാരിച്ച സത്യത്തിൽ നമ്മുടെ KC വേണുഗോപാലിൻ്റെ പെടലിലേക്ക് വെച്ചു കൊടുക്കുന്നതാണ്. കാര്യം KC വേണുഗോപാലാണ് ഇപ്പോൾ ഡൽഹിയിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത നേതാവ് വേണുഗോപാലാണ്. വേണുഗോപാലിൻ്റെ ഉപദേശം അനുസരിച്ചാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇടയ്ക്ക് പട്ടായക്ക് പോകേണ്ട ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അദ്ദേഹം ഈ ചുമതല വേണുവിനെ ഏൽപ്പിക്കും എന്നാണ് കരുതുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം ക്യാബിനറ്റ് പദവിയോടുകൂടിയ പ്രതിപക്ഷ നേതാവായിട്ട് ഇനി വരുന്ന 5 കൊല്ലം നമ്മോടൊപ്പം ഉണ്ടാവും. പക്ഷേ ഇത് വലിയ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ട് പാർലമെൻ്ററി നടപടിക്രമം കൃത്യമായി പഠിക്കുകയും റൂളിങ്ങുകൾ മനസ്സിലാക്കുകയും കീഴ്വഴക്കങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയും പാർലമെൻറ്റിൽ എല്ലാ ദിവസവും ഹാജരാവുകയും അവിടെ നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിക്കുകയും ഭരണപക്ഷത്തെ തുറന്ന് എതിർക്കുകയും വിമർശിക്കുകയും വലിയൊരു ഉത്തരവാദിത്തമായിട്ട് ഇത് ഏറ്റെടുക്കുകയും ചെയ്തില്ലെങ്കിൽ എന്ന് വരുന്നു വെച്ചാൽ വിപരീത ഫലമുണ്ടാവും. പ്രതിപക്ഷ നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. പണ്ട് AK ആൻ്റണി കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന പോലെ ഇപ്പോൾ കേരളം കണ്ടിലെ ഏറ്റവും നിർജീവനായ ഏറ്റവും നിർഗുണനായ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമുണ്ട്, AK ആൻ്റണി. അദ്ദേഹം 5 കൊല്ലം കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പുള്ളിക്ക് ഓർമ്മ വന്നില്ല, മറന്നുപോയി. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് ഒരു പുള്ളിക്ക് അറിയില്ല. അപ്പോൾ അതുപോലെ ആയി പോകരുത് രാഹുൽ ഗാന്ധി എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. രാഹുൽ ഗാന്ധിയെ കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അദ്ദേഹം സ്ഥിരമായി സഭയിൽ ഹാജരാകുകയും അവിടെ നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിക്കുകയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് സൂക്ഷ്മതയോടുകൂടി മൂർച്ചയോടുകൂടി അവിടെ അവതരിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം
വെറും അലങ്കാരമാകും എന്ന് മാത്രമല്ല അലങ്കോലമാകുകയും ചെയ്യും എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിന് കൂടെയുള്ള ആളുകളെയും ഓർമ്മിപ്പിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് നല്ല ഒരു രാഷ്ട്രീയ ഉപദേഷ്ടാവിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ചും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പദവി കൂടി കൈയാളുന്ന ഈ സാഹചര്യത്തിൽ. മാത്രവുമല്ല മറ്റ് പ്രതിപക്ഷ കക്ഷികളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടൊരു വലിയ ഉത്തരവാദിത്തം കൂടി അദ്ദേഹത്തിനുണ്ട്. ഏറ്റവും വലിയ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന രീതിയിൽ ചെറു ഘടകകക്ഷികളെയും ഇനി അഥവാ ഇന്ത്യ മുന്നണിയിൽ ചേരാത്ത വേറെ പാർട്ടികളുണ്ട്, അവരെ കൂടി കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ഇത് ഫലപ്രദമാകുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും രാഹുൽ ഗാന്ധി ഗംഭീരനായ ഒരു പ്രതിപക്ഷ നേതാവായി തീരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ ആശംസ. അദ്ദേഹത്തിന് അത് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.